നമസ്കാരം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഹാളിൽ ഒരു ടീപ്പോയുടെ പുറത്തായിട്ടാണ് പൂജാ റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതെല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് പൂജാമുറി ടീപ്പോയി തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ജവാദും പനിനീരും, ജവാദ് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ് മണം, ഒരു ഡിവൈൻ സ്മെല്ലുമാണ് അതിന്. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജവാദും പനിനീരും ഒഴിച്ചിട്ട് ഒരു തുണി നനച്ചിട്ട് ടീപ്പോയെല്ലാം നന്നായിട്ട് തുടച്ചു. പൊടിയൊക്കെ ആദ്യം തട്ടിക്കളഞ്ഞിട്ടാണ് ടീപ്പോയെല്ലാം നന്നായിട്ട് തുടച്ചത്. അതിനുശേഷം ഫോട്ടോ എല്ലാം തുടയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് പനിനീര് ഫോട്ടോയുടെ മേളിൽ തളിച്ചിട്ട് കുറച്ച് ജവാദും കൂടെ ഇട്ടിട്ട് വൈറ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നനഞ്ഞ തുണി വെച്ചിട്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ പൂപ്പൽ വരാനും അത് നശിച്ചു പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇപ്പം മഴ സീസണാണല്ലോ. അപ്പോൾ അത് നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഞാൻ പുറകിൽ പ്ലെയിനായിട്ട് അല്ലാണ്ട് നനയാത്ത ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഫോട്ടോയുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പനിനീര് തളിച്ചിട്ട് കുറച്ച് ജവാദും കൂടെ ഇട്ടിട്ട് ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ജവാദിൻ്റെ പനിനീരിൻ്റെ ഒരു മണം ഉള്ളതുകൊണ്ട് നല്ല ഒരു ഡിവൈൻ സ്മെൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഫോട്ടോകളും പിന്നെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അതും എല്ലാം തുടച്ചെടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു. അപ്പം ഈ മഴയായതുകൊണ്ട് തന്നെ ഞാനത് പൊട്ട് തൊടാതെ വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈർപ്പമുള്ളത് കാരണം ചിലപ്പോൾ മഞ്ഞൾ പനിനീരിലും ജവാദും ഒക്കെ കുഴച്ചിട്ടാണ് തൊടുന്നതെങ്കിൽ പോലും ആ മഞ്ഞളിനൊരു നനവുണ്ടാവുമല്ലോ. ആ നനവ് കാരണം ചിലപ്പോൾ പെട്ടെന്ന് പൂപ്പലെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. കുങ്കുമം ഒക്കെ പെട്ടെന്ന് പൂപ്പലെടുത്തു പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും 2-3 ദിവസം കൂടുമ്പോഴൊന്നും നമുക്ക് തുടയ്ക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ കുങ്കുമവും പൊട്ടൊന്നും തൊടാതെ ഞാൻ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും കർക്കിടകമൊക്കെ അല്ലേ, അപ്പം തുടച്ച് കഴിഞ്ഞിട്ട് കുങ്കുമത്തിന് പൊട്ട് ചന്ദനം എല്ലാം തൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യമേ മഞ്ഞളിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ പനിനീരിലാണ് കുഴയ്ക്കുന്നത്. മഞ്ഞളിൻ്റെ അകത്ത് പനിനീരും കുറച്ച് പച്ചക്കർപ്പൂരവും ജവാദും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടാണ് പൊട്ടെല്ലാം തൊടുന്നത്. ശ്രീ മഹാലക്ഷ്മിക്കും സുബ്രഹ്മണ്യ ഭഗവാനും ഒക്കെ മഞ്ഞളും കുങ്കുമവുമാണ് തൊടിയിക്കുന്നത്. പക്ഷേ വൈക്കത്തപ്പൻ്റെ ഫോട്ടോയ്ക്കകത്ത് ഭഗവാന് ചന്ദനമാണ് തൊടിയിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിലും ചന്ദനമാണ് തൊടിയിക്കുന്നത്. അപ്പോൾ ചന്ദനം തൊടിയുമ്പോൾ ചന്ദനത്തിനകത്തും ഈ ജവാദും പനിനീരും ചേർത്ത് കുഴച്ചിട്ട് കുറച്ച് പച്ചക്കർപ്പൂരും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതിനും തൊടിയിപ്പിക്കുന്നത്. 3 ഫോട്ടോയാണ് എൻ്റെ പൂജാമുറിയിലുള്ളത്. ഒന്ന് വൈക്കത്തപ്പൻ്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും ശ്രീ മഹാലക്ഷ്മിയുടെയുമാണ്. വൈക്കത്തപ്പൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ വീട് വൈക്കത്താണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 2018 വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോയാണ്. അത് തന്നെയാണ് എപ്പോഴും തുടയ്ക്കുന്നത് കാരണം മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഞാൻ തുടയ്ക്കും. അങ്ങനെ തുടച്ച് സൂക്ഷിക്കുന്ന കാരണം ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ശ്രീ മഹാലക്ഷ്മിയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് 2 വർഷമേ ആയുള്ളൂ. അത് ഗ്ലാസ് ഇല്ലാത്ത ഫോട്ടോയാണ്. അത് സുബ്രഹ്മണ്യ ഭഗവാന്റെ അതുപോലെ തന്നെ ഗ്ലാസ് ഇല്ലാത്ത ഫോട്ടോയാണ്. പക്ഷെ വൈക്കത്തപ്പൻ്റെ അകത്ത് ഗ്ലാസ് ചില്ലിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അകത്തിങ്ങനെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചില്ലിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്ന പോലുള്ള ഫോട്ടോയാണ്. ഇപ്പോൾ പൂജാമുറി തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളിയും ചൊവ്വയും ശനിയാഴ്ചയും പൂജാമുറി തുടയ്ക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ വിശേഷ ദിവസങ്ങളൊന്നും നമ്മൾ പൂജാമുറി തുടയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ദിവസങ്ങളും ഒഴിച്ചിട്ട് പിന്നെ രാത്രി പൂജാമുറി തുടയ്ക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ തുടച്ച് വയ്ക്കുക. അപ്പോൾ രാവിലെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയം നോക്കി പിന്നെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരു സമയം കൂടെ നോക്കി വേണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പൂജാമുറി തുടയ്ക്കുന്നത്. പൂജാമുറി തുടയ്ക്കാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ചിലപ്പോൾ പൂജാമുറി തുടയ്ക്കുന്ന കാര്യം ഓർക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ആയിരിക്കും, വെള്ളിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിവാക്കിയിട്ട് വരുന്ന ഒരു ദിവസമേ നമുക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ നമ്മൾ തുടച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഫോട്ടോ ഒന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല. മാസത്തിൽ 1 പ്രാവശ്യം നമ്മൾ പൊടിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഈ ചിലന്തി വലയുണ്ടല്ലോ അത് കയറാതെ നോക്കണം. അത് കയറാതെ നമ്മൾ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ആ ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഒന്ന് എടുത്താൽ മതി. ഫോട്ടോയൊക്കെ മാസത്തിലൊരിക്കൽ നമ്മൾ തുടച്ചിട്ട് ചന്ദനവും കുങ്കുമമൊക്കെ തൊടാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ തൊടിയിക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയണേ, നല്ലൊരു ഡിവൈൻ ഫീലിംഗും ആയിരിക്കും, നല്ലൊരു ഡിവൈൻ സ്മെല്ലും ആയിരിക്കും നമ്മുടെ പൂജാമുറിയിൽ.
പിന്നെ എനിക്ക് 2 വിഗ്രഹങ്ങളാണുള്ളത്. മഹാദേവൻ്റെയും ലിംഗവും ശിവലിംഗവും ഗണപതിയുടെ ഒരു കുഞ്ഞു വിഗ്രഹമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ പൂജാമുറി തുടയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വിഗ്രഹങ്ങളൊന്നും കഴുകാറില്ല. ഫോട്ടോ മാത്രം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ചന്ദനവും പൊട്ടെല്ലാം തൊട്ടിട്ട് പൂജാമുറിയും ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യണത്. വിഗ്രഹങ്ങളൊക്കെ നമ്മൾ അഭിഷേകം ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ കഴുകണത്. അല്ലാണ്ട് ഇതുപോലെ പൂജാമുറി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതൊന്നും കഴുകാറില്ല. ഇനി കഴുകി ഇത് അഭിഷേകം ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴുകിയെടുത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കഴുകുന്നത്. അല്ലാണ്ട് പൂജാമുറി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് കഴുകാറില്ല. പിന്നെ വൈക്കത്തപ്പൻ്റെ ഫോട്ടോ ഞാൻ വൈക്കത്തു നിന്നാണ് വാങ്ങിച്ചത്. ആ ക്ഷേത്രത്തിനടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, സുബ്രഹ്മണ്യ ഭഗവാന്റെ ഫോട്ടോയും അത് കോഴിക്കോട് നിന്നാണ് വാങ്ങിച്ചത്. കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ല, ഒരു ഫൈബറിൻ്റെ വിഗ്രഹമാണ്. നിലത്തൊന്നും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാത്ത ഒരു മോഡലിൻ്റെ ഒരു വിഗ്രഹമാണ്. അതിനിങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടി തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിങ് ഞാൻ അഴിച്ച് കളഞ്ഞിട്ടില്ല. അഴിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊത്തവും നിറം മങ്ങി അത് വൃത്തികേടായി പോകുമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളത് കൊണ്ട് അത് നല്ല തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളൂ. എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുക. 2018 ആ സമയത്ത് വാങ്ങിച്ചതാണ് ഈ വൈക്കത്തപ്പൻ്റെ ഫോട്ടോയും ഈ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം. അത് ഞാൻ ഗുരുവായൂരിന്നാണ് വാങ്ങിച്ചത്, ശ്രീകൃഷ്ണന്റെ വിഗ്രഹം. അപ്പോൾ അതും ആ കോട്ടിങ് കളയാത്തത് കൊണ്ട് അതും ഇപ്പോഴും പുതിയതുപോലെ തന്നെയായിരിക്കുന്നത്. അപ്പോൾ പൂജാമുറി എല്ലാം വൃത്തിയാക്കി എല്ലാം പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തു. പൂജാമുറിയുടെ കീഴേ ഇത് എൻ്റെ പഴയ പൂജാമുറിയായിരുന്നേ. പഴയ പൂജാമുറി അത് ഞാൻ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്. കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചന്ദനത്തിരിയും കൈവിളക്കും എല്ലാം ഒരു തട്ടത്തിലാക്കിയാണ് വയ്ക്കുന്നത്. അതും നമ്മുടെ നാമചൊല്ലുന്ന പുസ്തകം അതെല്ലാം കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അഭിഷേകം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ടീപ്പോയുടെ പുറത്ത് തന്നെ വെച്ചിട്ടായിരുന്നു അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് എനിക്ക് അഭിഷേകങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് തിരിച്ചെനിക്ക് മുകളിലേക്ക് തന്നെ ശിവലിംഗമൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. പിന്നെ സെപ്പറേറ്റ് നിലവിളക്കൊക്കെ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തെളിയിക്കാം. പിന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കണമെങ്കിൽ അതുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.